ലോകത്തെ ട്രാവൽ ടൂറിസം രംഗം പുതിയ കുതിപ്പിലാണ്. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള വലിയ മാറ്റം, അതിൻ്റെ വിളവെടുപ്പ് കാലമാണ് ഇപ്പോൾ. ഓരോ രാജ്യങ്ങളുടെയും കണക്കെടുപ്പ് കാണുമ്പോൾ അത്രയ്ക്ക് വലിയ വളർച്ച ട്രാവൽ ടൂറിസം രംഗത്ത് ഉണ്ട്. ദുബായിൽ നടന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ കൃത്യമായി ഓരോ കണക്കുകളും പരിശോധിക്കുമ്പോൾ ലോകത്ത് വന്നിട്ടുള്ള ഈ മാറ്റം, വളർച്ച, അതാണ് വ്യക്തമായത്. റഷ്യ യുക്രൈൻ യുദ്ധം, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് വാർ, അതിനുമപ്പുറം ഏറ്റവും ഒടുവിലായി ഇപ്പോൾ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണം, ഇതൊന്നും ടൂറിസം രംഗത്തെ കാര്യമായി ബാധിക്കുന്നില്ല എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പല രാജ്യങ്ങളിലെയും ടൂറിസ്റ്റുകളുടെ ആകെ കണക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുള്ള വളർച്ച, 2022-ലോ 23-ലോ 24-ലോ കോവിഡ് അനന്തരം ഉണ്ടായിട്ടുള്ള ആ വളർച്ച വലിയ നേട്ടം ഈ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഹോട്ടൽ വ്യവസായ രംഗം, അതോടൊപ്പം തന്നെയാണ് വ്യോമയാന രംഗം. പുതിയ പരീക്ഷണങ്ങൾ, കൂടുതൽ സൗകര്യങ്ങളൊക്കെ തന്നെ സന്ദർശകർക്ക്, യാത്രക്കാർക്ക് നൽകുന്നുണ്ട്. ദുബായിയുടെ സ്വന്തം വിമാന കമ്പനികളായിട്ടുള്ള എമിറേറ്റ്സും ഫ്ലൈ ദുബായും യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനുള്ള മത്സരങ്ങളാണ് നടത്തിയത്. മാത്രമല്ല, അത് കുവൈറ്റ് എയർലൈൻസ് ആണെങ്കിലും ഖത്തർ എയർലൈൻസ് ആണെങ്കിലും എല്ലാം പുതിയ പരീക്ഷണങ്ങൾ, പുതിയ സംവിധാനങ്ങൾ, പുതിയ സൗകര്യങ്ങൾ, ഭാവിയിലേക്കുള്ള യാത്രാ സംവിധാനങ്ങൾ, ഇതൊക്കെയാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചത്. The number of people, the number of Indians who have moved across Dubai or to Dubai and UAE is also increased, and also there is an increase from the number of visitors coming from Dubai to India for various purposes, which is an excellent news. Regarding Fly Dubai, you are ready to operate more flights? We'll be delighted to be part of the Indian expansion story, and we look forward to get those seats increased. So I think it is for India now to take a look at this and kind of liberalize that policy that they have, and we are happy to be part of the growth. മുപ്പത്തിരണ്ടാമത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം തന്നെയാണ്. ഏതാണ്ട് 166 രാജ്യങ്ങളാണ് ഇത്തവണ പങ്കെടുത്തത്. ഈ 166 രാജ്യങ്ങളിൽ നിന്നായി ഏതാണ്ട് 2800ഓളം പ്രദർശകർ, വിവിധ സ്ഥാപനങ്ങൾ, അത് ട്രാവൽ രംഗത്തു നിന്നുള്ളവരുണ്ട്, ഹോസ്പിറ്റാലിറ്റി രംഗത്തു നിന്നുള്ളവർ, ഹോട്ടൽ രംഗത്തു നിന്നുമുള്ളവർ, അങ്ങനെ ഏതാണ്ട് 2800ഓളം കമ്പനികൾ, സ്ഥാപനങ്ങളാണ് ഇത്തവണ പങ്കെടുത്തത്. മറ്റൊരു സവിശേഷത ഈ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലെ ഓരോ മേളകളെ കുറിച്ചുമായിരുന്നു. അത് ചർച്ചകൾ, സംവാദങ്ങൾ, സെമിനാറുകൾ, 3 വേദികൾ ഇതിനു വേണ്ടി മാത്രമായി ഒരുക്കിയിരുന്നു. ഗ്ലോബലായിട്ടുള്ളതും അതോടൊപ്പം തന്നെ ഓരോ മേഖലകൾ തിരിച്ചിട്ടുള്ളതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്ട് 200ഓളം അതിവിദഗ്ധർ, വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള അതിവിദഗ്ധർ ഇവിടെ എത്തുകയും ഇവിടെ എത്തുന്ന സന്ദർശകരുമായും ഇവിടെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന വിവിധ കമ്പനികളുമായും അവർ പുതിയ ആശയങ്ങൾ പങ്കുവച്ചു. അത് ഈ മേളയെ ഇത്തവണ വേറിട്ടതാണ്. الحمد لله حقيقة طرحنا منذ عام تقريبا عدة مشاريع بنية أساسية متمثلة في مشاريع الطرق، والآن 4 مشاريع قيد التنفيذ، وهي جميعها مشاريع استراتيجية. ഇൻക്രെഡിബിൾ ഇന്ത്യ. നമ്മൾ ദൂരെ നിന്ന് തന്നെ നോക്കിയാൽ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ ഈ വാക്കുകൾ കാണാം. കേരളം മുതൽ കാശ്മീർ വരെയുള്ള രാജ്യങ്ങളിലെ വൈവിധ്യങ്ങൾ, പ്രത്യേകിച്ച് കാശ്മീരിൽ നിന്നുമുള്ളവർ, അതോടൊപ്പം തന്നെ കേരളത്തിന് കൂടാതെ കർണാടക, ഗോവ, ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലെ പ്രകൃതി സൗന്ദര്യം, സംസ്കാരം, ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇങ്ങനെ ഓരോന്നും ഇവിടെ പ്രദർശിപ്പിച്ചു. ഓരോ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതലായി സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്തു. അതിനെ സഹായിക്കുന്ന വിധത്തിലായിരുന്നു മേളയിൽ ഇന്ത്യയുടെ ആകെയുള്ള ഒരു സാന്നിധ്യം. ATM events like ATM, trademarks like ATM give opportunities for every state or every country to come and showcase their products, showcase what they are. And Goa has been consistently participating in the ATM year to year. So we realize it's a very potential market, not only the UAE and the Middle East, but we need to know that from here we can showcase our product to many parts of the world for which the people from the trade come in. So the major part is the B2B business which takes place here as we showcase what we have in the offering. So Goa has been always known as a preferred sun, sand and sea destination. മഴക്കാല ടൂറിസം ആസ്വദിക്കാൻ കേരളത്തിലേക്ക് ഏറ്റവും അധികം സന്ദർശകർ വരുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ
ദുബായിൽ നടന്ന വേളയിൽ കേരളം എങ്ങനെയാണ് ഇത്തവണ മൺസൂൺ ടൂറിസത്തെ ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു. കേരളത്തിൻ്റെ ടൂറിസം ഡയറക്ടർ തന്നെ ഇവിടെ എത്തി. ഇവിടെ ഉണ്ടായിരുന്ന പ്രദർശനത്തിൽ പങ്കെടുക്കുന്നവരുമായി അവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെയാണ് കേരളത്തിൻ്റെ സാധ്യതകൾ ഇത്തവണ മേളയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ചുറ്റും നടന്ന് കാണുകയാണെങ്കിൽ സ്റ്റേറ്റ്സിനേക്കാളും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന രാജ്യങ്ങളാണല്ലോ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്റ്റോളൊക്കെ ആണെങ്കിലും ഓരോ രാജ്യം ഒരു വലിയ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒപ്പം കേരളം എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു സംസ്ഥാനം ഇത്ര മനോഹരമായിട്ടൊരു സ്റ്റാൾ പുട്ടപ്പ് ചെയ്ത് ഇത്രയും ആക്റ്റീവായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഇവിടെ നടക്കുമ്പോൾ കേരളത്തിൻ്റെ ടൂറിസം സാധ്യതയെ ഉയർത്തി കാണിക്കുന്ന ഒന്ന് തന്നെയാണ്. കേരളം ഇപ്പോഴും ലോക ടൂറിസം ഭൂപടത്തിൽ വളരെ പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇന്ന് അറേബ്യൻ ട്രാവൽ മാർട്ടിൽ വരുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്. വേളയുടെ 2ാം ദിവസത്തെ ഈ ദൃശ്യങ്ങൾ കാണണം. UAE ഉപപ്രധാനമന്ത്രിയാണ്, പ്രതിരോധ മന്ത്രിയാണ്. അദ്ദേഹം ദുബായിയുടെ കിരീടാവകാശി കൂടിയാണ്, ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. അദ്ദേഹം ഇവിടെ എത്തി ഈ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിലൂടെ നടന്നു പോകുന്നു. ഒരു മേളയ്ക്ക് ഒരു ഭരണകൂടം, രാജ്യത്തിൻ്റെ ഭരണകൂടം എത്രത്തോളം പിന്തുണ നൽകുന്നു എന്നതിൻ്റെ നല്ല ഒരു തെളിവാണ് ഈ ദൃശ്യം.